എല്ലാവർക്കും നമസ്കാരം. നവരാത്രി ആഘോഷങ്ങളുടെ സമാപനത്തിലാണ് വിദ്യയുടെ ആരംഭം. സകല വിദ്യകൾക്കും തുടക്കം കുറിക്കുവാൻ ഈ ദിവസം ഏറ്റവും അനുകൂലമാണ്. തിഥി അടിസ്ഥാനപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷം ചിട്ടപ്പെടുത്തുന്നത്. സാധാരണ 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷത്തിലെ 9ാം ദിവസം മഹാനവമിയും 10ാം ദിവസം വിജയദശമിയുമാണ്. എന്നാൽ ഇത്തവണ തൃതീയ മുതൽ പഞ്ചമി വരെ ഈ വർഷം 60 നാഴികയിലും അധികം വന്നതിനാൽ 9 ദിവസമല്ല 11 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ്. അതിനാൽ തന്നെ ഇത്തവണ 10ാം ദിവസമാണ് മഹാനവമി, 11ാം ദിവസം വിജയദശമി. കൂടാതെ 4 ദിവസമായിട്ടാണ് പുസ്തക പൂജ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാധാരണയായി 9 രാത്രികളും 10 പകലുകളുമാണ് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിലും ഇത്തവണ 10 രാത്രികളും 11 പകലുകളുമാണ് ആഘോഷം. അസ്തമയത്തിൽ അഷ്ടമി തിഥി വരുന്ന ദിവസമാണ് പൂജവയ്പ്. സെപ്റ്റംബർ 29 വൈകുന്നേരം 4:32 അഷ്ടമി തുടങ്ങുകയാണ്. അന്നാണ് പൂജ വയ്ക്കേണ്ടത്. 29ാം തീയതി വൈകുന്നേരം തിങ്കളാഴ്ച പൂജ വയ്ക്കേണ്ട കൃത്യമായ സമയം നോക്കുകയാണെങ്കിൽ വൈകിട്ട് 6:12 ശേഷം പൂജയ്ക്ക് വയ്ക്കാവുന്നതാണ്. 30ാം തീയതി ആയുധങ്ങൾ പൂജ വയ്ക്കേണ്ടത് അടുത്ത ദിവസം 30ാം തീയതി വൈകുന്നേരമാണ്. ഇത്തവണത്തെ വിദ്യാരംഭവും വിജയദശമിയും ഒക്ടോബർ 2ാം തീയതിയാണ്. വിദ്യാരംഭത്തിനും പൂജയെടുക്കുന്നതിനും സമയം മുഹൂർത്തം നോക്കണമെന്നുള്ളവർക്ക് പുലർച്ചെ 5:12 മുതൽ 9:16 വരെയുള്ള സമയം ഉചിതം. ഈ വർഷത്തെ വിജയദശമി ദിനത്തിൽ ബുധമൗഢ്യം ഉള്ളതുകൊണ്ട് നിത്യപൂജയൊന്നുമില്ലാത്ത ഓഡിറ്റോറിയം പോലുള്ള സ്ഥലങ്ങളിൽ വിദ്യാരംഭം കുറിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ദക്ഷിണാമൂർത്തി, സരസ്വതി പൂജ എന്നിവയാൽ ദേവചൈതന്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ മാത്രം വിദ്യാരംഭം കുറിക്കുന്നത് വളരെ നല്ലത്. വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിൽ വിദ്യാരംഭം ചെയ്യുമ്പോൾ മുഹൂർത്തങ്ങളൊന്നും തന്നെ നോക്കേണ്ടതില്ല. വീട്ടിൽ വെച്ചാണ് വിദ്യാരംഭം നടത്തുന്നതെങ്കിൽ രാവിലെ 9:18 മുതൽ രാവിലെ 11:30 വരെയുള്ള സമയം ഒഴിവാക്കിക്കൊണ്ട് വിദ്യാരംഭം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വർഷം അറിവിൻ്റെ ലോകത്തേക്ക് ചുവടെടുത്ത് വയ്ക്കുന്ന എല്ലാ കുരുന്നു മക്കൾക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. സരസ്വതി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം എല്ലാ മക്കളുടെ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശരവണ ഭവ. എല്ലാ പുകഴും മുരുകനയ്ക്ക്.